രാജേഷ് സർ, ഐ ആം റെഡി. റെഡി സർ. റോളിംഗ് സർ. നമസ്കാരം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോ ആയ ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. മനുഷ്യനും ലൈംഗികതയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം ആദാമിന്റെ കാലം മുതൽ ആരംഭിക്കുന്ന ഒന്നാണ്. വാത്സ്യായനൻ തൊട്ട് ഫ്രോയിഡും യുങ്ങും കോളിൻ വിൻസനും ഡെസ്മണ്ട് മോറിസും വരെ മനുഷ്യന്റെ സഹജ വികാരങ്ങളെ പറ്റി നെല്ലിട കീറി പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ മലയാളിയുടെ കപട സദാചാരത്തെക്കുറിച്ചും ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചും കനപ്പെട്ട പഠനങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഗുപ്തകാമത്തെ ഒഴുക്കിക്കളയാൻ 100,000 വഴികളുള്ള ഈ സൈബർ യുഗത്തിലും പഴയൊരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ട്. വട്ടത്തിലേയുള്ള പടം കാണാൻ ഒളിഞ്ഞും പതുങ്ങിയും തലയിൽ തോർത്തിട്ടും തിയേറ്ററിൽ കയറിയ ഒരു തലമുറ. അവർക്ക് പരിചിതമായ പാവാട എന്ന സിനിമ പുതിയ കാലത്തിലേക്ക് റീലോഡ് ചെയ്യപ്പെടുകയാണ്. ഒപ്പം വിവാദങ്ങൾ. പാവാടയ്ക്ക് പിന്നിൽ ആരും അറിയാതെ നടന്ന ചതിയുടെ തുന്നൽ പണികളെ കുറിച്ചാണ് ടോക്ക് ടൈമിന്റെ ഈ എപ്പിസോഡ്. ഇന്നത്തെ അതിഥിയെ ക്ഷണിക്കും മുൻപ് ഒരു ചെറിയ ഇടവേള, എ ഷോർട്ട് ബ്രേക്ക്. ഗസ്റ്റിനെ വിളിച്ചോളൂ. ഓക്കെ സർ. അന്ന് ഞാനൊരു യാത്ര പോയത് ഓർക്കുന്നില്ലേ? ജോയ്ക്കൊരു അത്യാവശ്യം ഉണ്ടാവുമ്പോ ഞാൻ അവിടെ കാണും സാറേ. മോളെ, സിസിലി നിന്റെ അമ്മയാണെന്ന് സിനിക്കോ സിനി നിന്റെ ഭാര്യയാണെന്ന് സിസിലിക്കോ അറിയില്ലായിരുന്നു. ചുമ്മാ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ സിനി നമ്മുടെ കാര്യങ്ങളൊക്കെ സിസിലിയോട് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് രണ്ടുപേർക്കും സംശയം തോന്നി. തേവള്ളി മനോഹരന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോ എന്നെ വിളിച്ചത് സിനിയ ഇതെല്ലാം എന്നോട് പറയാൻ. ഹലോ, ടോക്ക് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഭൂരിപക്ഷം പ്രേക്ഷകർക്കും അപരിചിതയായിരിക്കും ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീമതി സിസിലി വർഗീസ്. പണ്ട് പുറത്തിറങ്ങിയ, ഇപ്പോൾ വീണ്ടും പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന പാവാട എന്ന സിനിമയിലെ നായിക എന്ന ഒറ്റ വിശേഷണം മതിയാവും പ്രശസ്തയല്ലാത്ത ഒരാളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ. സിസിലി ചേച്ചി നമസ്കാരം. പാവാട എന്ന അശ്ലീല സിനിമയിൽ അഭിനയിക്കാനുള്ള തീരുമാനം ചെറുപ്പത്തിന്റെ എടുത്തുചാട്ടമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ഞാൻ അഭിനയിച്ചത് തീവണ്ടിപ്പാത എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. അത് സാറ് പറയുന്ന മാതിരി ഒരു സിനിമയല്ലായിരുന്നു. നാടക നടിയായ സിസിലി എങ്ങനെ സിനിമാ നടിയായ സിസിലിയായി? തീവണ്ടിപ്പാതയിൽ അഭിനയിച്ച നടി എങ്ങനെ പാവാടയിലെ നായികയായി? അവാർഡ് പടമെന്ന് പറഞ്ഞ് ഒരുപാട് നിർമ്മാതാക്കൾ നിരസിച്ച ഒരു ചിത്രം എങ്ങനെ ഏപ്പടമായി? ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി നമുക്ക് സിസിലി വർഗീസിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. പറയൂ, തീവണ്ടിപ്പാത എങ്ങനെയാണ് പാവാടയായി മാറിയത്? സിനിമ എന്ന മായിക ലോകത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ആയിരക്കണക്കിന് കഥകളിൽ ഒന്നും മാത്രമാണിത്. സിസിലി വർഗീസ് അസംഖ്യം ഇരകളിൽ ഒരാൾ മാത്രവും. വീണ്ടും ഒരു അശ്ലീല തരംഗത്തിന്റെ പൈലറ്റ് വാഹനമായി പാവാട പുറത്തിറങ്ങാൻ പോകുമ്പോൾ ചേച്ചിക്ക് അവസാനമായി എന്താണ് പറയാനുള്ളത്? ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരില് എനിക്കെന്റെ കുടുംബം പോയി.
തെരുവ് പെണ്ണുങ്ങൾക്കുള്ള അന്തസ് പോലും ഇല്ലാതായി. എവിടെ ചെന്നാലും ആളുകൾ എന്നെ ആട്ടി ഓടിച്ചു. ആൾക്കാര് കൊട്ടയ്ക്കകത്തിരുന്ന് എൻ്റെ സിനിമ കാണുമ്പോൾ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി തേടി കെഞ്ചി കെഞ്ചി നടക്കുമായിരുന്നു ഞാൻ. സ്വന്തം വീട്ടിലുള്ളവർക്കാണ് ഈ ഗതി വന്നിരുന്നതെങ്കിൽ ആരെങ്കിലും അത് കണ്ട് രസിക്കുമായിരുന്നോ? തമ്പുരാൻ തന്നത് നശിപ്പിക്കാൻ അവകാശമില്ലാത്തോണ്ട ചത്തുകളയാതിരുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ എല്ലാവർക്കും നൊന്ത് പ്രസവിച്ച ഒരമ്മയുണ്ടെന്ന് എനിക്കറിയാം. അതുപോലത്തെ ഒരു അമ്മയാണ് ഞാനും. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ആ സിനിമയെ പുറത്തിറക്കരുത്. പ്രായപൂർത്തിയായ ഒരു മകനുണ്ട് എനിക്ക്. പെറ്റ തള്ളയുടെ തുണി ഉരിക്കുന്നത് ഒരു മകനെയും കാണിക്കരുത്. അത് ഞാനല്ല. ഒരമ്മയുടെ അപേക്ഷയാണ്. എന്റെ കുഞ്ഞിനെ അത് കാണിക്കരുത്.